സരീഷ് പി കെ ഉണ്ട് വിവരങ്ങളുമായിട്ട്. സരീഷ്, തിരുവനന്തപുരത്തെ കാഴ്ചകൾ കണ്ടു. കോഴിക്കോട് എന്താണ് സാഹചര്യം? എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ? നിലവിൽ പ്രത്യേക ഉദ്ഘാടന ചടങ്ങുകളൊന്നുമില്ലെങ്കിലും കോഴിക്കോട് യാത്രയ്ക്ക് സജ്ജമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് KSRTC ഡിപ്പോയിലാണ്. ഇവിടെ MK രാഘവൻ MP ആണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണാം നിലവിൽ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഓർഡിനറി ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ കോഴിക്കോടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓർഡിനറി ബസ്സുകൾ താരതമ്യേന കുറവാണ് എന്നതാണ്. അത് മലബാറിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. തെക്കോട്ട് നോക്കിയാൽ കൂടുതലും KSRTC ബസ്സുകളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവ് KSRTC ബസ്സുകൾ, പ്രത്യേകിച്ച് ഓർഡിനറി ബസ്സുകളൊക്കെ ഓടുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ്. നിലവിൽ 150-ലേറെ ബസ്സുകൾ മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും സർവീസ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവുക, മറ്റ് തെക്കൻ മേഖലകളിൽ കൂടുതലായി ജനങ്ങൾ ആശ്രയിക്കുന്നത് KSRTC ആണ്. അവർക്ക് കൂടുതൽ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ വടക്കൻ മലബാറിൽ അത്രത്തോളം ലഭിക്കുമോ എന്നൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ് എന്നുള്ളതാണ്. കാരണം ഈ കോഴിക്കോട് നിന്നും വടകര, കുറ്റ്യാടി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടുതലായി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ 50 രൂപയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ബസ്സിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെ മുന്നിൽ ഒരു ബോർഡുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ത്രീകൾ കയറുന്ന ആ ഡോറിന് സമീപത്തും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് ഉൾപ്പെടെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഒരുപക്ഷെ 9 മണി മുതലാണ് യാത്രയെങ്കിൽ പോലും രാവിലെ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘദൂര യാത്രക്കാരൊക്കെ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു ഡിപ്പോ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. എന്തായാലും ഒരുപക്ഷെ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗുണമാകുന്നത്. ചേച്ചി സ്ഥിരം KSRTC പോകുന്നതാണോ? സ്ഥിരം ഇന്നിപ്പോൾ ഇവിടെ കോഴിക്കോട് വന്നതാണ്. ഞാൻ ഇവിടെ മോൻ്റെ വീട് വരെ വന്നതാണ്. അപ്പോൾ ഇന്ന് കൂടെ വർക്ക് ചെയ്ത ഒരാളും മലപ്പുറത്ത് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഞാൻ കാവനൂരാണ്, അരീക്കോട് ഭാഗത്ത്. ഇന്ന് മുതൽ 9 മണി മുതൽ സൗജന്യമാണ് KSRTC. എങ്ങനെയാണ് കാണുന്നത്? ഇത് നല്ല ഇതായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് എത്തണ്ടേ. ചേച്ചി കൂടുതലായി യാത്ര ചെയ്യുന്നതാണോ? അല്ല, ഇപ്പം മലപ്പുറത്തേക്ക് പോവാണ്. അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നാളെ മുതലുള്ള യാത്രയൊക്കെ ഫ്രീ ആണ്. സന്തോഷം. എങ്ങനെയാണ്? കുഴപ്പമില്ല. കൂടുതലായിട്ട് KSRTC തന്നെ പോകുന്നതാണോ? സ്ഥിരമായിട്ട് KSRTCയിലാണ് പോകുന്നത്. ഇനി കൂടുതൽ സൗജന്യമാവുകയാണ്. ഫുൾ ടൈം യാത്ര KSRTCയിൽ തന്നെയാവും? എല്ലാം സ്ഥിരമായിട്ട് KSRTC തന്നെയാണ് പോവാറ്. ആനവണ്ടി പ്രേമിയാണ്? അങ്ങനെയില്ല, ഇവിടുന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ KSRTC ആണ് സുഖം. മലപ്പുറത്താണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിൽ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കാണ് കൂടുതൽ പറയുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ ഉൾപ്പെടെയുള്ളവ ഇനി ഭാവിയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഗുണമാവുമെന്ന് തോന്നുന്നുണ്ടോ? നല്ല മാറ്റങ്ങളാണെങ്കിൽ വരട്ടെ. സന്തോഷം. എന്തായാലും കൂടുതൽ സ്ത്രീകൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിലാകും കൂടുതൽ സ്ത്രീകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ സമയം 7:15 ആയിട്ടുള്ളൂ. ഇപ്പൊ സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 മണിക്ക് ഇതിന്റെ ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും സ്ത്രീകൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുക. പക്ഷെ ഇപ്പോഴൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. ഈ സമയത്ത് 7:15-നും 7:30-ക്കും ഒക്കെ KSRTCയിൽ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാ ദിവസത്തെയും പോലത്തെ കാശ് കൊടുക്കേണ്ടി വരും. പക്ഷേ 8:30-ക്ക് ശേഷമാണെങ്കിൽ, ഈ ഉദ്ഘാടനത്തിന് ശേഷമാണെങ്കിൽ ഇല്ല, ഇന്ന് തൊട്ട് ഫ്രീ സർവീസ് കിട്ടി തുടങ്ങും.